ചർച്ചയിലേക്ക് വരും. പക്ഷേ എൻ വാസു, അങ്ങ് ദേവസ്വം കമ്മീഷണറായിട്ടും ദേവസ്വം പ്രസിഡന്റായിട്ടും ശബരിമലയിൽ ധാരാളം തവണ പോയിട്ടുണ്ടല്ലോ. ശബരിമല ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള ഈ ശില്പങ്ങൾ, ദ്വാരപാലക ശില്പങ്ങൾ നിറം മങ്ങി, സ്വർണ്ണക്കളർ മങ്ങി, ചെമ്പായി, കാണുന്ന ആളുകൾക്ക് ചെമ്പ് എന്ന് മാത്രം പറയാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നോ? ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഇവിടെ ശ്രീ അബിൻ വർക്കിയുടെ ചില പരാമർശങ്ങൾ 2016 എന്ന് പറഞ്ഞത് അദ്ദേഹം പിണറായി വിജയൻ്റെ മന്ത്രിസഭ വന്നത് കാര്യം മാത്രമേ അദ്ദേഹം കാണുന്നുള്ളൂ. 2016 പ്രസക്തി 2016 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് UDF ബോർഡാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പറയുക. അപ്പോൾ തീർച്ചയായും ശബരിമലയിലെ കാര്യങ്ങൾ ദേവസ്വം ബോർഡാണ് നോക്കുന്നത്. അതൊന്ന്. മറ്റൊന്ന്, സ്പോൺസർമാരുടെ പശ്ചാത്തലം പരിശോധിക്കാൻ കഴിയുകയില്ല, പരിശോധിക്കാനേ സാധ്യമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രായോഗികമായി ബുദ്ധിമുട്ട് ഉണ്ട്. എപ്പോഴും അവിടെ വരുന്ന സ്പോൺസർമാർ അവിടെ പെട്ടെന്ന് വന്നിട്ട് ഞാൻ ഇത്ര 10 ലക്ഷം രൂപ അന്നദാനത്തിന് വേണ്ടി തരുന്നു എന്ന് പറഞ്ഞൊരാൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതവിടെ സ്വീകരിക്കും. ആ കൊണ്ടുവരുന്ന ആള് ഇൻകം ടാക്സ് വെട്ടിച്ച ആളാണെന്നോ അയാൾ അവിടുത്തെ ചട്ടകവും അവിടുത്തെ വലിയ ചെരുവൊക്കെ എടുത്ത് അവരുടെ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കോ? അതാ പ്രശ്നമുള്ളൂ. ഇല്ല, അത് അബിൻ ബർക്ക് കിണ്ടിയും ചെരുവൊക്കെ നിങ്ങൾ കൊണ്ടുപോകും, അങ്ങോട്ട് ശരിയാക്കി തിരിച്ചു തന്നാൽ മതി എന്ന് പറയൂ അങ്ങനെ സ്പോൺസർമാരോട്. അതെ, ഇല്ല ഇല്ല ഞാൻ പറയുന്നൊന്ന് കേക്ക് മിസ്റ്റർ അബിൻ ബർക്കി. അവിടെ അതുകൊണ്ട് സ്പോൺസർമാരുടെ പശ്ചാത്തലമെല്ലാം പൂർണ്ണമായി പരിശോധിക്കാൻ കഴിയും. തീർച്ചയായും സ്പോൺസർമാർ ഏതെങ്കിലും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും സ്പോൺസർമാരെ അവിടെ കൊണ്ടുവരുന്നത് തന്നെ. അത് ഇപ്പം മാത്രമൊന്നുമല്ല അബിൻ വർക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ ദേവസ്വം ബോർഡിനെ നിയോഗിക്കാറുണ്ട്. നിങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളായിട്ട് വന്ന കോൺഗ്രസിൻ്റെ നേതാക്കളോട് ചോദിക്കുക, അവരുടെ കാലത്ത് കൊണ്ടുവന്ന സ്പോൺസർമാരുടെ വല്ലതും പേര് അറിയാമോ, പറയാൻ കഴിയുമോ ശ്രീ അബിൻ വർക്കിക്ക്? അന്ന് ആരൊക്കെ ആയിരുന്നു, അവരുടെ പശ്ചാത്തലം എന്തായിരുന്നു, അവരെന്തൊക്കെ അവിടെ ചെയ്തു എന്നുള്ളത് ദയവ് ചെയ്ത് അവരുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ അബിൻ വർക്കി മനസ്സിലാക്കണം. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ RV ബാബി പറഞ്ഞു ഞാൻ വന്ന മെയിൽ തിരുവാഭരണ കമ്മീഷണർക്ക്. ആ മെയിലിൻ്റെ കണ്ടന്റ് കൂടെ മനസ്സിലാക്കുക. എന്തായിരുന്നു ആ മെയില്? ശബരിമല ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ സ്വർണം പൂശൽ കഴിഞ്ഞ് ബാക്കിയുള്ള സ്വർണം, അപ്പോൾ ആ ബാക്കിയുള്ള സ്വർണത്തിന് മറ്റു തരത്തിൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നതാണ് പ്രശ്നം. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ ആക്ഷേപം എന്ന് പറയുന്നത് ഇന്നാണ് ഉള്ളത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 1-2 മാസത്തിനുള്ളിൽ വന്നതാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ടുള്ള ആക്ഷേപവും ഇപ്പോഴും അടുത്ത കാലത്ത് വന്നതാണ്. ഇപ്പോഴയാളെ സംബന്ധിച്ച് നമുക്ക് പല സംശയങ്ങളും പറയാൻ കഴിയും. പക്ഷെ അന്നതില്ല. അയാൾ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ സ്വർണം പൂശാൻ തയ്യാറായി. അയാളുടെ ചെലവിൽ, ആ ഉത്തരവിൽ അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്, ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെലവിൽ. അതിന്റെ അർത്ഥം അയാൾ അയാൾ അല്ല 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 കൊടുത്തതല്ലോ. അല്ല അല്ല അയാൾ സ്പോൺസർഷിപ്പിലൂടെ സംഘടിപ്പിച്ച സ്വർണ്ണമല്ലേ? കൊടുത്തതല്ല. അയാൾ സ്പോൺസർഷിപ്പിലൂടെയാകാം, ചെലവിൽ ഇതിന്റെ പേരിൽ എത്ര സ്വർണം സംഘടിപ്പിച്ചു? അല്ല അത് അതെ 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 ഞാനൊന്ന് അന്വേഷിക്കുന്നു വാസു സാറേ. ശബരിമലയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഇത്തരം സ്പോൺസർമാർ തടിച്ചു കൊടുക്കുന്നതിനെ തടയാൻ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? ശരി, അദ്ദേഹം പറയട്ടെ, പറഞ്ഞോളൂ ശ്രീ. ഞാൻ അതിലേക്ക് വരാം. ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് കയറി ആരും സംസാരിച്ചപ്പോഴും ഇടയ്ക്ക് കയറിയില്ല. അപ്പോൾ ദയവായിട്ട് പറയാം, ഞാനൊരു ഇത്തിരി പ്രായമായ ഒരു മനുഷ്യല്ലേ, ഞാൻ പറയുന്നൊന്ന് കേട്ടാട്ട്. അതായത് ഈ ദ്വാരപാലക ശില്പത്തിന് ആവശ്യമായ സ്വർണം അയാളുടെ ചെലവിൽ, ചിലപ്പോൾ സ്പോൺസർഷിപ്പ് വഴിയായിരിക്കാം, സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്തായിരിക്കാം, അതല്ലെങ്കിൽ ഒരു കൺസോർഷ്യം എന്നുള്ള രൂപത്തിൽ പലരും ചേർന്നിട്ടായിരിക്കാം. എന്തായാലും ദേവസ്വം ബോർഡ് വകയല്ല, ദേവസ്വത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല അത് ആ അർത്ഥത്തിൽ. അപ്പം അങ്ങനെ വരുന്ന സ്വർണം ഇപ്പോൾ 10 കിലോ വാങ്ങി 9 കിലോയെ വേണ്ടി വന്നുള്ളൂ.
1 കിലോ ബാക്കിയുണ്ട്, അത് ഞാൻ ഇന്ന ആവശ്യത്തിന് വിനിയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ വരുമ്പോൾ അന്നത്തെ സമയത്ത്, ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം നമുക്ക് പല സംശയങ്ങളുമുണ്ട്, പല ക്രമക്കേടുകൾ അവിടെ നടന്നിട്ടുണ്ട്, ഒക്കെ ശരിയാണ്, ഉണ്ടെന്നുള്ള സംശയം വരും. അന്ന് എന്ന് പറഞ്ഞാൽ 2019 ഒരാരോടും ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ, പൂശലിൻ്റെ കാര്യത്തിൽ ഇല്ലാത്ത സമയത്താണ് ഇങ്ങനൊരു മെയിൽ വരുന്നത്. സ്വാഭാവികമായും അത് തിരുവാഭരണം കമ്മീഷനാണ്. ശ്രീ RV ബാബു കാര്യത്തിലൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച്, ശബരിമലയെ സംബന്ധിച്ച് തിരുവാഭരണം കമ്മീഷണറുടെ റോൾ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. അങ്ങനെ തിരുവാഭരണം കമ്മീഷണറാണ് ഇതിൻ്റെ ഏറ്റവും കോമ്പറ്റൻ്റായ അതോറിറ്റി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയാനായിട്ട് അയച്ചു കൊടുത്തതിൽ യാതൊരു തെറ്റുമില്ല, അന്നുമില്ല, ഇപ്പോഴും ഞാനത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാൻ ക്രമം മാത്രമേ ആർക്ക് ചെയ്യാൻ. അല്ല, അങ്ങയുടെ ഭാഗത്ത് മെയില് അങ്ങനെ അയച്ചു കൊടുത്തത്. പക്ഷേ ഇതേ തിരുവാഭരണം കമ്മീഷണർ ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട്, ദ്വാരപാലക ശില്പം അവിടെ ഈ പുതിയ നിലയിൽ സ്വർണം പൂശി വന്ന് അതിൽ ഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് തിരുവാഭരണം കമ്മീഷണർ ഉണ്ടാവാതിരുന്നത്? തിരുവാഭരണം കമ്മീഷണർക്ക് സുപ്രധാനമായ റോളാണല്ലോ. എന്തുകൊണ്ടാണ് തിരുവാഭരണം കമ്മീഷണർമാരെ സംബന്ധിച്ച് അവരുടെ സാന്നിധ്യം തന്നെ ഉറപ്പാക്കാൻ കഴിയാതെ പോയത്? തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ വേണമെന്ന് സർക്കാർ ഉത്തരവുള്ളപ്പോൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്? അഭിലാഷേ, ഒരു കാര്യം കൂടി അഭിലാഷ്, ഞാൻ വാസു സാറ്, ഞാൻ അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു കാര്യം കൂടി വാസു സാർ ഒരൊറ്റ കാര്യം കൂടി. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ, അന്ന് എനിക്ക് തോന്നുന്നു താങ്കൾ അങ്ങ് ദേവസ്വം കമ്മീഷണർ ആയിരുന്നു. അന്നത്തെ പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞത് ഇങ്ങനെ ഒരു മെയിൽ ഞാൻ കണ്ടിട്ടില്ല. അന്നത്തെ മാർച്ചിൽ അദ്ദേഹം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറി. ഈ മെയിൽ ഞാൻ കണ്ടതാണ്. ഇല്ല, അത് ശ്രീ RV ബാബു തെറ്റിദ്ധാരണ മാറ്റുക. ഈ മെയില് ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴേ കിട്ടിയതാണ് എനിക്ക്. അതാണ് തിരുവാഭരണ കമ്മീഷണറുടെ അഭിപ്രായത്തിന് വേണ്ടി ബാക്കിയുണ്ട്. പത്മകുമാർ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു മെയിൽ കണ്ടിട്ടില്ല. അതെ. അല്ല, പത്മകുമാറിന്റെ കാണേണ്ട കാര്യമില്ല, കാരണം പത്മകുമാർ അപ്പോഴേക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് പോയി. അല്ല, പത്മകുമാർ ആ സമയത്ത് പ്രസിഡന്റ് അല്ല അന്ന്. അത് മാത്രമല്ല, പത്മകുമാർ പറഞ്ഞത് എന്നോട് അത് ക്രോസ് ചെക്ക് ചെയ്യുന്നത് ശരിയല്ല. പിന്നെ മറ്റൊന്ന്, ഞാൻ എൻ്റെ ടെനുവർ കൂടെ ഒന്ന് ശ്രീ RV ബാബുവിന് അറിയാം ഏറെക്കുറെയൊക്കെ. ഞാൻ 2019 മാർച്ച് ആദ്യം കമ്മീഷണർ സ്ഥാനത്തുനിന്ന് പോയി കഴിഞ്ഞിട്ട് നവംബർ മാസം 15-ാം തീയതിയാണ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നത് ജൂലൈ മാസത്തിലും സെപ്റ്റംബർ മാസത്തിലുമാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നത് ഉചിതമായിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. അങ്ങയോടൊരു ചോദ്യം, വാസു സാറേ, ഒറ്റ ചോദ്യം. അങ്ങയുടെ വ്യക്തിപരമായ ബോധ്യത്തിൽ ഈ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരിക്കുന്ന പാളികൾ ചെമ്പായിരുന്നോ? അവിടെ ആ സന്നിധാനത്ത് ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുമ്പോൾ സാമാന്യ മനുഷ്യർക്കൊക്കെ കാണാവുന്നത് സ്വർണം മാഞ്ഞ് ചെമ്പായ ആഭരണമായിരുന്നോ, അതോ സ്വർണം പോലെ തിളങ്ങുന്ന ആഭരണമായിരുന്നോ? പ്രിയപ്പെട്ട ശ്രീ അഭിലാഷ് മോഹൻ, അതിൽ എനിക്കൊന്ന് പറയാനുള്ളത്, ശബരിമല ശ്രീകോവിലിൽ നമ്മളെല്ലാം പോയി ഇന്ന് തൊഴുതിട്ടുണ്ട്. നിങ്ങളുടെ മീഡിയയിലെ ആളുകൾ അവിടെ സ്ഥിരമായി താമസിക്കുന്നുണ്ട്. അവരെല്ലാ ദിവസവും രാവിലെയും വൈകിട്ടോടും തൊഴാറുണ്ട്. പക്ഷേ അത് സ്വർണമായിരുന്നോ, സ്വർണം ഫെയ്ഡ് ചെയ്തതായിരുന്നോ, ചെമ്പായിരുന്നോ എന്നൊക്കെ കൃത്യമായിട്ട് അവരാരെങ്കിലും ഒരഭിപ്രായം ഈ കാലയളവിൽ പറഞ്ഞതായിട്ട് കാണുന്നുണ്ടോ? ഏതെങ്കിലും പരാതി ഏതെങ്കിലും ഭാഗത്ത് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ ദയവീത് കേൾക്കൂ, ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വല്ലപ്പോഴും അവിടെ പോയി തൊഴാറുണ്ട്. തൊഴുതിട്ട് പോകുമ്പോഴേ ഈ ഒരു ഭാഗം കൃത്യമായി ഞാൻ പരിശോധിച്ചിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു വിദഗ്ധനല്ല. കളറ് മഞ്ഞ കളറാണ്, ചെമ്പിനായാലും മഞ്ഞ കളറാണ്. സ്വർണത്തിന് കുറെ കൂടെ തിളക്കം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും അവിടെ തിളക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ചെമ്പായിരുന്നോ സ്വർണം തന്നെ ആയിരുന്നോ എന്നുള്ളതിനെ പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. അത് ഈ സ്വർണം തന്നെ പൂശിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേ അത് ഫെയ്ഡ് ചെയ്ത് വരാറുണ്ട്. ഇനി അങ്ങനെ പോയതാണോ ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നു, അത് കൃത്യമായി ആ സമയങ്ങളിൽ ഞാൻ വിലയിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ
18 ഫെബ്രുവരി മുതൽ മാർച്ച് 19 ആ ഒരു അതിനകത്ത് 2 or 3 തവണ ആയിരിക്കും ശബരിമല പോയിട്ടുള്ളത്. പിന്നെ പോയിട്ടുള്ളത് പ്രസിഡന്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ്. ഇത് പൂശിയതിന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സൂക്ഷ്മമായ ഒരു നിരീക്ഷണം നടത്താൻ ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് കഴിയത്തില്ല, അവിടെ ചെന്നിട്ടുള്ള ആർക്കും കഴിയത്തില്ല. എനിക്ക് ഒരു കാര്യം കൂടെ പറയാം. ഇത് ശബരിമലയിലൊരു വിഷയമാണ്. അതിലെനിക്ക് ഇത്തിരി വേദനയോടുകൂടി പറയാനുള്ളൊരു കാര്യം, ശബരിമല എന്ന് പറയുമ്പം നമ്മുടെ അഭിമാന ക്ഷേത്രമാണ്. ഈ ശബരിമലയിലെ വിഷയങ്ങൾ നമ്മളിപ്പോൾ ചർച്ച നടത്തുന്നത് ഇവിടെ ഒരു വിധി എഴുതാനല്ല, ഇവിടെ ഒരു വിചാരണ നടത്താനുമല്ല ചർച്ച നടത്തുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ തന്നെ ശ്രീ അബിൻ വർക്കിയൊക്കെ ഇപ്പോഴേ അങ്ങ് കുറ്റവിചാരണ നടത്തി അങ്ങ് വിധി പ്രഖ്യാപിക്കുകയാണ്. അത് രാഷ്ട്രീയമാണ്. അത് ശബരിമലയുടെ പേരിലാകരുത് എന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. കാരണം ഇത് നമ്മുടെ അഭിമാന ക്ഷേത്രമാണ്. ഇത് നിലനിൽക്കേണ്ട നമ്മുടെ ആവശ്യമാണ്. ഇതിന്റെ ഖ്യാതി നിലനിർത്തേണ്ട ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ചർച്ചകൾ തീർച്ചയായും ശബരിമലയിൽ നടക്കുന്നതെല്ലാം കുഴപ്പമാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കലാകും. അത് UDF-ന്റെ അതിന് നല്ലതാണെന്ന് തോന്നത്തില്ല, കോൺഗ്രസ്സുകാർക്കും ഒക്കത്തില്ല, CPM-കാർക്കും ഒക്കത്തില്ല, BJP-കാർക്കും ഒക്കത്തില്ല. അപ്പൊ ശബരിമല ബേസിക് ആയിട്ട് അത് നശിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ വരണം. ശരി.